Now the fifth subdiscipline is geotechnical engineering. Geotechnical engineering is concerned mainly with the behavior of soil and foundation of structures. Soil and foundation of structures. That's geotechnical engineering. Soil foundation. ഒരു ബിൽഡിങ്ങിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഈ ഗ്രൗണ്ടിന്റെ അടിയിൽ വരുന്നതാണ് ബിൽഡിങ്ങിന്റെ ഫൗണ്ടേഷൻ. അതും സോയിലുമായിട്ട് റിലേറ്റഡ് ആണ്. സോ സോയിലും ഫൗണ്ടേഷൻ ഓഫ് സ്ട്രക്ചേഴ്സും ആണ് ജിയോടെക്നിക്കൽ എഞ്ചിനീയറിംഗിൽ വരുന്നത്. സോ ദ സ്റ്റഡി ഓഫ് സോയിൽ അലോൺ, സോയിലിന്റെ സ്റ്റഡി എന്ന് പറയുന്നതാണ് സോയിൽ മെക്കാനിക്സ്. പിന്നെ ഫൗണ്ടേഷൻ ഓഫ് സ്ട്രക്ചേഴ്സ് വരുന്നത് ഫൗണ്ടേഷൻ engineering. So geotechnical engineering deals with soil and foundation of structures. The study of soil alone is soil mechanics and behavior of foundation varunana foundation engineering. And this is the discipline of civil engineering in which study of soil behavior and application of load, its application as an engineering material in the construction of dams, embankments, retaining walls, slopes, etc. are done. അപ്പോൾ ഇവിടെ എന്തെല്ലാമാണ് വരുന്നത്? സോയിലിന്റെ സ്റ്റഡി ഉണ്ട്, then behavior on application, സോയിലിന്റെ സ്റ്റഡി, അതോടൊപ്പം തന്നെ വേറെ എന്തുണ്ട്? സോയിലിലോട്ട് ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ സോയിലിന്റെ ബിഹേവിയർ എങ്ങനെയായിരിക്കും അത് വരുന്നുണ്ട്. പിന്നെ ആപ്ലിക്കേഷൻ ആസ് എൻ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽ, അതായത് സോയിൽ എങ്ങനെ ഒരു എഞ്ചിനീയറിംഗ് മെറ്റീരിയൽ ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതും ജിയോടെക്നിക്കൽ എഞ്ചിനീയറിംഗിനകത്തുള്ള ഒരു സ്റ്റഡിയാണ്. അതായത് ഡാംസ് കൺസ്ട്രക്ട് ചെയ്യാൻ, എംബാങ്ക്മെന്റ്സ്, റീറ്റെയിനിങ് വാൾസ്, സ്ലോപ്സ് എക്സെട്ര കൺസ്ട്രക്ട് ചെയ്യാൻ നമുക്ക് സോയിലിനെ ഒരു മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പൊ അതെങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള സ്റ്റഡി ഇതെല്ലാം വരുന്നത് ജിയോടെക്നിക്കൽ എഞ്ചിനീയറിംഗിലാണ്. Then stability of slope of soil, testing of soil for bearing capacity, pile and other types of foundation and footing construction and design are also studied in this discipline. അപ്പം സോയിലിനെ പറ്റിയുള്ള സ്റ്റഡി ഉണ്ട്, അതോടൊപ്പം പിന്നെ വേറെ എന്തൊക്കെ സ്റ്റഡി ഉണ്ട്? സ്ലോപ്പ് സ്റ്റെബിലിറ്റി, അതായത് നമ്മൾക്ക് ഇങ്ങനെ വഴി പോകുമ്പോൾ സ്ലോപ്സ് ഒക്കെ കാണും. ഈ സ്ലോപ്സ് എല്ലാം സോയിൽ കൊണ്ടായിരിക്കും. സോ ആ സ്ലോപ്പിന്റെ സ്റ്റെബിലിറ്റി, പിന്നെ സോയിലിനെ ടെസ്റ്റ് ചെയ്യും നമ്മൾ, സോയിലിന് എത്രത്തോളം ലോഡ് എടുക്കാം എന്നുള്ളത് അറിയാൻ, അതായത് അതിന്റെ ബെയറിംഗ് കപ്പാസിറ്റി അറിയാൻ വേണ്ടി സോയിലിനെ ടെസ്റ്റ് ചെയ്യും. പിന്നെ പല ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻസ് ഉണ്ട്, അതിന്റെ സ്റ്റഡി, അതിന്റെ കൺസ്ട്രക്ഷനും ഡിസൈനും ഇതെല്ലാം വരുന്നത് ജിയോടെക്നിക്കൽ എഞ്ചിനീയറിംഗിലാണ്. നിങ്ങൾ ടൈപ്സ് ഓഫ് ഫൗണ്ടേഷൻ ഒക്കെ ഇനി ഈ സബ്ജക്റ്റിൽ പഠിക്കും. സോ ജിയോടെക്നിക്കൽ എഞ്ചിനീയറിംഗിൽ മെയിൻ ആയിട്ട് വരുന്നത് സോയിലും പിന്നെ സോയിലിന്റെ സ്റ്റഡിയും പിന്നെ ബിഹേവിയർ ഓഫ് ഫൗണ്ടേഷൻ ഓഫ് സ്ട്രക്ചേഴ്സും, ഇത് രണ്ടുമാണ് ഇതിൽ വരുന്നത്. സ്റ്റഡി ഓഫ് സോയിലിനെ സോയിൽ മെക്കാനിക്സ് എന്നും ബിഹേവിയർ ഓഫ് ഫൗണ്ടേഷൻ ഓഫ് സ്ട്രക്ചേഴ്സിന്റെ സ്റ്റഡിയാണ് ഫൗണ്ടേഷൻ എഞ്ചിനീയറിംഗ്. നെക്സ്റ്റ് ഇസ് എൻവയറൺമെന്റൽ engineering. So environmental engineering എന്ന് പറയുന്നത് it is that branch which deals with the environment. അതായത് environment എന്ന് പറയുമ്പോൾ അത് എന്തിനെയൊക്കെ ഡീൽ ചെയ്യും? എയർ, സോയിൽ ആൻഡ് വാട്ടർ. എയർ, സോയിൽ ആൻഡ് വാട്ടർ. അതായത് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിൽ എന്തെല്ലാം വരും എന്ന് പറഞ്ഞാൽ വാട്ടർ സപ്ലൈ വരും. വാട്ടറിന്റെ ട്രീറ്റ്മെന്റും സപ്ലൈയും കൂടെ വരുന്നത് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിൽ. വാട്ടറിന്റെ ക്വാളിറ്റി അഷ്വറൻസ് ഒക്കെ നോക്കി അതിന്, അതായത് വാട്ടറിന്റെ ക്വാളിറ്റി, അതായത് പോർട്ടബിൾ വാട്ടറിന്റെ ചില നോംസ് ഉണ്ട്, ആ നോംസ് അനുസരിച്ചുള്ള വാട്ടർ ക്വാളിറ്റി അഷ്വർ ചെയ്യുക. അപ്പൊ അതിന്റെ വാട്ടർ നമ്മൾ ഏത് സോഴ്സിൽ നിന്നാണോ എടുക്കുന്നത് അവിടെ നിന്ന് ഒരുപാട് ട്രീറ്റ്മെന്റ്സ് ഒക്കെ നടത്തി. അപ്പൊ വാട്ടർ സപ്ലൈ വരും, വാട്ടർ ട്രീറ്റ്മെന്റ് വരും. ദെൻ പൊല്യൂഷൻ കൺട്രോൾ, അതായത് എയർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, ഇതിനെല്ലാം കൺട്രോൾ വരും. പിന്നെ വേസ്റ്റ് ഡിസ്പോസൽ എല്ലാം എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിലാണ് വരുന്നത്. Environmental engineers design systems and solutions that prevent or remediate pollution. They have a long history of promoting public health through infrastructure and treatment system. So infrastructure various treatment systems use ചെയ്ത് public health നെ promote ചെയ്യുന്നതും environmental engineers ആണ്. Their work includes water quality protection, flood protection, stream restoration, land development, storm water management and treatment. Solid waste management and disposal of electronic waste systematically is the need for maintaining good
എൻവയോൺമെന്റ്. അപ്പോൾ ഇവിടെ എന്തെല്ലാം വരുന്നുണ്ട്? വാട്ടർ, സോയിൽ, എയർ, പൊല്യൂഷൻ കൺട്രോൾ, പിന്നെ വാട്ടർ സപ്ലൈ, സീവേജ് ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ. വാട്ടർ സീവേജിന്റെ ട്രീറ്റ്മെന്റും ഡിസ്പോസലും വരും. വാട്ടർ സപ്ലൈയും ഉണ്ട്, ട്രീറ്റ്മെന്റും ഉണ്ട്. പിന്നെ എന്താണ്? പബ്ലിക് ഹെൽത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പബ്ലിക് ഹെൽത്ത്. സോ ഇതെല്ലാമാണ് എൻവയൺമെന്റൽ എഞ്ചിനീയറിംഗിൽ വരുന്നത്. Environmental engineers design systems and solutions that prevent or remediate pollution of air, soil and water. Then they promote public health through infrastructure and treatment systems that provide potable water, treat wastewater and manage solid waste. Then water quality protection, flood prevention, stream restoration, land development and storm water management and treatment. So ഇതെല്ലാം വരുന്നത് environmental engineering ആണ്. Environmental engineers design and use models to assess environmental impact of current and proposed actions. അപ്പോൾ ഇവര് എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റും കൂടെ ചെയ്യും. അതാണ് EIA എന്ന് പറയുന്ന ഷോർട്ട് ഫോമിൽ. എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ്സ് ചെയ്യുന്നത് എൻവയോൺമെന്റൽ എഞ്ചിനീയേഴ്സ് ആണ്. They promote sustainable design and practices for all engineering disciplines to lighter the impacts of built environment on natural systems. അപ്പം ഏത് ബ്രാഞ്ച് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് എടുത്താലും, അതായത് ഏത് എഞ്ചിനീയേഴ്സിനും സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡിസൈനും പ്രാക്ടീസസും ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് ആരാണ്? എൻവയോൺമെന്റൽ എഞ്ചിനീയേഴ്സ് ആയിരിക്കും. പ്രൊമോട്ട്സ് സസ്റ്റൈനബിൾ ഡിസൈൻസ് and practices. അതായത് എൻവയോൺമെന്റ് നമ്മൾ എന്ത് ഡിസൈനോ പ്രാക്ടീസോ നടത്തിയാലും എൻവയോൺമെന്റിനെ അഫക്ട് ചെയ്യാൻ പാടില്ല. സോ അത് എൻഷുർ ചെയ്യുന്ന ആരാണ്? എൻവയോൺമെന്റൽ എഞ്ചിനീയേഴ്സ് ആണ്. സോ ദീസ് ഓൾ കംസ് അണ്ടർ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ്. നൗ നെക്സ്റ്റ് ഈസ് റെലവൻസ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ്. Next is relevance of civil engineering. Relevance of civil engineering. Civil engineers have one of the world's most important jobs. That is, they build and improve our quality of life. They build and improve the quality of life. എന്താണ്? build and improve quality of life. quality of life നെ improve ചെയ്യുന്ന ആരാണ്? സിവിൽ എഞ്ചിനീയറിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ജോബ് എന്താണ്? to build and improve the quality of life. to build and improve the quality of life. അതാണ് സിവിൽ എഞ്ചിനീയറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട job. With creativity and technical skills, civil engineers plan, design, construct and operate facilities essential to modern life. Modern life ന് വേണ്ടിയുള്ള ഫെസിലിറ്റീസ് എല്ലാം ക്രിയേറ്റിവിറ്റിയും ടെക്നിക്കൽ സ്കില്ലും ഉപയോഗിച്ച് പ്ലാൻ ചെയ്ത്, ഡിസൈൻ ചെയ്ത്, കൺസ്ട്രക്ട് ചെയ്ത്, ഓപ്പറേറ്റ് ചെയ്യുന്ന ആരാണ്? സിവിൽ എഞ്ചിനീയേഴ്സ് ആണ്. എന്തൊക്കെയാണ് ഈ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത്? ബ്രിഡ്ജസ് ആവാം, ഹൈവേ സിസ്റ്റം, വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്സ്, എനർജി എഫിഷ്യന്റ് ബിൽഡിംഗ്സ് എക്സെട്ര. സോ അതെല്ലാമാണ് ഈ നമ്മുടെ ലൈഫിനെ ഈസി ആക്കുന്നതും നമുക്ക് ആവശ്യമുള്ള ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. ഇതെല്ലാം പ്ലാൻ ചെയ്ത്, ഡിസൈൻ ചെയ്ത്, കൺസ്ട്രക്ട് ചെയ്ത്, ഓപ്പറേറ്റ് ചെയ്യുന്നത് ആരാണ്? സിവിൽ എഞ്ചിനീയേഴ്സ് ആണ്. ദി അമേരിക്കൻ സൊസൈറ്റി ഓഫ് സിവിൽ എഞ്ചിനീയേഴ്സ് ഡിഫൈൻ സിവിൽ എഞ്ചിനീയറിംഗ് ആസ് the profession in which a knowledge of the mathematical and physical sciences gained by study, experience and practice is applied with judgment to develop ways to utilize economically the materials and forces of nature for the progressive well-being of humanity in creating, improving and protecting the environment, in providing facilities for community living,
industry and transportation, and in providing structures for the use of humanity. ഇതെന്ന് പറയുന്നത് സിവിൽ എഞ്ചിനീയറിംഗിന്റെ ഡെഫിനിഷൻ ആണ് ഗിവൺ ബൈ അമേരിക്കൻ സൊസൈറ്റി ഓഫ് സിവിൽ എഞ്ചിനീയേഴ്സ്. അതിന്റെ അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി, പഠിക്കണമെന്നില്ല. അമേരിക്കൻ സൊസൈറ്റി ഓഫ് സിവിൽ എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നത് അത് ഒരു വേൾഡ് ഫേമസ് വലിയൊരു സൊസൈറ്റിയാണ്. അവരാണ് സിവിൽ എഞ്ചിനീയറിംഗിനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. And the concept of civil engineering is clearly applied for the benefit of people and society as a whole. Benefit of people and society. അതാണ് സിവിൽ എഞ്ചിനീയറിംഗിന്റെ കോൺസെപ്റ്റ്. ഓഫ് civil engineering ആണ് benefit of people and society. Civil engineer has a very important role in the development of following infrastructures. ഏതൊക്കെ infrastructures ആണ് വരുന്നത് സിവിൽ എഞ്ചിനീയേഴ്സിന്? infrastructures ഏതൊക്കെ വരും? town and city planning, next build tanks and dams, പിന്നെ water treatment and water supply, then drainage system and purification plants, then provide and maintain roads, railways, harbors and airports. ഇത് പ്രൊവൈഡ് ചെയ്യാൻ വേണം അതിനെ പ്രൊവിഷൻ ആൻഡ് മെയിൻ്റെനൻസ്. റോഡ്, റെയിൽവേ, ഹാർബർ, എയർപോർട്ട്സിനെ പ്രൊവൈഡ് ചെയ്യാൻ വേണം, മെയിൻറ്റെയിൻ ചെയ്യാൻ വേണം. ദെൻ മോണിറ്റർ ലാൻഡ്, വാട്ടർ ആൻഡ് എയർ പൊല്യൂഷൻ ആൻഡ് കൺട്രോൾ ദം. മോണിറ്ററിംഗ് and control of pollution. So ഇത്രയാണ് റെലവൻസ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് വരുന്നത്. അപ്പോൾ സിവിൽ എഞ്ചിനീയേഴ്സ് ഏതൊക്കെ ഇൻഫ്രാസ്ട്രക്ചേഴ്സിനെയാണ് ഏതൊക്കെ ഇൻഫ്രാസ്ട്രക്ചേഴ്സിന്റെ ഡെവലപ്മെന്റ് ആണ് സിവിൽ എഞ്ചിനീയേഴ്സ് കാരണം ഉള്ളത്? ടൗൺ ആൻഡ് സിറ്റി പ്ലാനിങ്, ടൗണും സിറ്റിയും ഒക്കെ പ്ലാൻ ചെയ്യുന്നത് സിവിൽ എഞ്ചിനീയർ ആണ്. ദെൻ they build tanks and dams to exploit water resources. അതായത് വാട്ടർ റിസോഴ്സസിൽ നിന്നും വാട്ടർ എടുത്ത് നമ്മൾ എവിടെ വെക്കും? വാട്ടർ റിസോഴ്സസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് അവിടെ നിന്നുള്ള വാട്ടർ നമ്മൾ ടാങ്ക്സിലും ഡാംസിലുമായിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ദെൻ പ്യൂരിഫൈ വാട്ടർ ആൻഡ് സപ്ലൈ വാട്ടർ ടു നീഡി ഏരിയാസ് ലൈക്ക് ഹൗസ്, അഗ്രികൾച്ചറൽ ഫീൽഡ് എക്സെട്ര. അതായത് വാട്ടറിനെ ട്രീറ്റ് ചെയ്ത് അത് ആവശ്യമുള്ളവർക്ക് സപ്ലൈ ചെയ്യണം. അപ്പോൾ വാട്ടറിന്റെ ആവശ്യം ആർക്കൊക്കെയാണ് വരുന്നത്? അഗ്രികൾച്ചറൽ ഫീൽഡിലുണ്ട്, ഹൗസസിലുണ്ട്. അതുപോലുള്ള ആവശ്യക്കാർക്കെല്ലാം വാട്ടർ ട്രീറ്റ് ചെയ്ത് സപ്ലൈ ചെയ്യേണ്ട ജോലി ആരുടെയാണ്? സിവിൽ എഞ്ചിനീയറുടെയാണ്. ദെൻ പ്രൊവൈഡ് ഡ്രെയിനേജ് സിസ്റ്റം ആൻഡ് പ്യൂരിഫിക്കേഷൻ പ്ലാന്റ്സ്. പ്യൂരിഫിക്കേഷൻ പ്ലാന്റ്സ് പ്രൊവൈഡ് ചെയ്യണം. പിന്നെ വാട്ടർ ഒഴുകി പോകാനുള്ള ഡ്രെയിനേജ് സിസ്റ്റവും പ്രൊവൈഡ് ചെയ്യണം. പിന്നെ എന്തൊക്കെ പിന്നെ എന്തുണ്ട്? റോഡ്, റെയിൽവേ, ഹാർബർ, എയർപോർട്ട് ഇതിനെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതും സിവിൽ എഞ്ചിനീയറിന്റെ ജോലിയാണ്. Then they have to monitor and control pollutions like air pollution, land pollution and water pollution. So these are the relevances of civil engineering. These are the relevances of civil engineering. Next is National Building Code. National Building Code, NBC. So National Building Code of India or NBC is a comprehensive building code
It's a comprehensive building code and it's a national instrument providing guidelines for regulating the building construction activities across the country. So NBC എന്താണ് ചെയ്യുന്നത്? NBC provides guidelines for building activities. അതായത് ഓരോ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസും എങ്ങനെ ചെയ്യണം എന്നുള്ളതിന്റെ ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് നാഷണൽ ബിൽഡിംഗ് കോഡ് ഓഫ് ഇന്ത്യ. അത് ഓൾ ഓവർ ദ കൺട്രി അവർ കുറെ ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. It serves as a model code for adoption by all agencies involved in building construction works of public work departments, other government departments and private construction agencies. അപ്പോൾ അവർ എന്തിനൊക്കെ റെഗുലേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? They serves as a model code for adoption by all agencies involved in building construction. Building construction involved ആയിട്ടുള്ള എല്ലാ ഏജൻസീസിനും ഈ NBC എന്ന് പറയുന്നത് ഒരു മോഡൽ കോഡ് ആക്ട് സെർവ് ചെയ്യും. അപ്പം ഈ NBCയിൽ പറയുന്ന ഗൈഡ് ലൈൻസ് അഡോപ്റ്റ് ചെയ്തിട്ട് വേണം ഇങ്ങനെ കൺസ്ട്രക്ഷൻ നടത്താൻ. അപ്പോൾ ഏതൊക്കെ ഏജൻസീസ് വരുന്നുണ്ട് അതിനകത്ത്? ഏജൻസീസ് ഇൻവോൾവ് ഇൻ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ വർക്ക്സ് ഓഫ് പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റ്, പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ് ഓർ PWD, other government departments and private construction agencies. So ഇവരെല്ലാം NBC guidelines follow ചെയ്ത് വേണം കൺസ്ട്രക്ഷൻ നടത്താൻ. The code mainly contains administrative regulations, development control rules, general building requirements, fire safety requirements, stipulations regarding materials, structural design and construction including safety, building and plumbing services, approach to sustainability and asset and facility management. Asset and facility management. അപ്പോൾ NBCയിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. NBCയിൽ എന്തൊക്കെ വരുന്നുണ്ട്? NBCയിൽ എന്തെല്ലാം വരും? അഡ്മിനിസ്ട്രേറ്റീവ് റെഗുലേഷൻസ്, administrative regulations, then development control rules, development control rules. പിന്നെ NBCയിൽ വരുന്ന എന്താണ്? general building requirements, general building requirements, then fire and safety requirements, fire safety requirements. പിന്നെ NBCയിൽ എന്ത് വരും? stipulations regarding materials, stipulations regarding materials, then structural design and construction, structural design and construction, plumbing, building and plumbing services, building and plumbing services, approach to sustainability, asset and facility management. Sustainability approach, then asset and facility management. സോ ഇതെല്ലാമാണ് NBCയിൽ വരുന്നത്. NBCയിൽ എന്തൊക്കെ ഉണ്ട്? ഒരുപാട് അഡ്മിനിസ്ട്രേറ്റീവ് റെഗുലേഷൻസ് ഉണ്ട്, അതായത് കുറെ നിയമങ്ങളൊക്കെ പാലിക്കാനുള്ളതുണ്ട് കൺസ്ട്രക്ഷന്റെ സമയത്ത്. അതെല്ലാം ഈ അഡ്മിനിസ്ട്രേറ്റീവ് റെഗുലേഷൻസിൽ വരുന്നത്. ഡെവലപ്മെന്റ് കൺട്രോൾ റൂൾസ്, അതായത് ഡെവലപ്മെന്റിനെ കൺട്രോൾ ചെയ്യുന്ന കുറെ റൂൾസ് ഉണ്ട്. പിന്നെ ബിൽഡിംഗ്, ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുമ്പം
അതിന് കുറെ ബേസിക് റിക്വയർമെന്റ്സ് ഒക്കെ ഉണ്ട്, ജനറൽ റിക്വയർമെന്റ്സ് ഒക്കെ ഉണ്ട്. അതെല്ലാം ഈ NBCയിൽ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ടൈപ്പ് ഓഫ് ബിൽഡിംഗ് ആണോ കൺസ്ട്രക്ട് ചെയ്യുന്നത് ആ ഓരോ ടൈപ്പിനുള്ള റിക്വയർമെന്റ്സ് NBC പറയുന്നുണ്ട്. അതെല്ലാം നമ്മൾ ആ ബിൽഡിങ്ങിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. പിന്നെ ഫയർ സേഫ്റ്റി റിക്വയർമെന്റ്സ്, ബിൽഡിങ്ങിൽ ഫയർ സേഫ്റ്റി എൻഷുർ ചെയ്യണം. അതിന്റെ റിക്വയർമെന്റ്സ് എല്ലാം NBCയിൽ പറയുന്നുണ്ട്. അതൊക്കെ ഉണ്ടെന്ന് നോക്കണം. പിന്നെ എന്തെല്ലാം പറയുന്നുണ്ട്, സ്റ്റിപ്പുലേഷൻസ് റിഗാർഡിംഗ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നതിനെ പറ്റി കുറെ ഗൈഡ് ലൈൻസ് പറയുന്നുണ്ട്, അതുണ്ട്. പിന്നെ സ്ട്രക്ചറൽ ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻ, സ്ട്രക്ചറൽ ഡിസൈനും കൺസ്ട്രക്ഷനും ഇൻക്ലൂഡിങ് ഇറ്റ് സേഫ്റ്റി. പിന്നെ വരുന്നത് ബിൽഡിംഗ് ആൻഡ് പ്ലംബിംഗ് സർവീസസ്, ബിൽഡിങ്ങിനകത്ത് കുറെ സർവീസസ് ഉണ്ട്, അതുപോലെ പ്ലംബിംഗ് സർവീസസ്, ഇതിന്റെ എല്ലാം ഗൈഡ് ലൈൻസ് NBCയിൽ പറയുന്നുണ്ട്. പിന്നെ അപ്രോച്ച് ടു സസ്റ്റൈനബിലിറ്റി, നമ്മുടെ ഈ ബിൽഡിംഗ് ടെക്നീക്സും മെറ്റീരിയൽസും എല്ലാം സസ്റ്റൈനബിൾ ആയിരിക്കണം. അപ്പൊ അത് സസ്റ്റൈനബിൾ ആവാൻ വേണ്ടിയുള്ള ഗൈഡ് ലൈൻസ്, സസ്റ്റൈനബിൾ ആക്കാനുള്ള അപ്രോച്ച് എല്ലാം NBCയിൽ പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് അസറ്റ് ആൻഡ് ഫെസിലിറ്റി മാനേജ്മെന്റ്, ഓരോ ഫെസിലിറ്റീസ് അസറ്റ്സ് എങ്ങനെ മാനേജ് ചെയ്യാന്നുള്ളത്. അപ്പൊ ഇതെല്ലാമാണ് NBCയിൽ വരുന്നത്. NBC contains the basic infrastructure and services to be provided in buildings. ഓരോ ടൈപ്പ് ഓഫ് ബിൽഡിങ്ങിലും പ്രൊവൈഡ് ചെയ്യേണ്ട ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സും ബേസിക് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറും സർവീസസും എന്തെല്ലാം ആണെന്ന് NBCയിൽ പറയുന്നുണ്ട്. സോ അതെല്ലാം നമ്മൾ ഫോളോ ചെയ്യണം. Then NBC formulated and published by Bureau of Indian Standards. NBC ആരാണ് പബ്ലിഷ് ചെയ്തത്? ബൈ BIS. NBC is published by BIS, that is Bureau of Indian Standards. The building that does not satisfy building code or violation of NBC will lead to penalty, cancellation of sanction or demolition of the building. അപ്പോൾ ഏതെങ്കിലും ഒരു ബിൽഡിംഗ് കോഡോ അല്ലെങ്കിൽ NBCയിൽ പറയുന്ന ഗൈഡ് ലൈൻസ് വയലേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ it will lead to penalty, cancellation of sanction or demolition of the building. നമ്മളൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ NBC ഫോളോ ചെയ്യണം എന്നുള്ളത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. If suppose the building does not follow any of the guidelines given in NBC, it may lead to penalty. കാരണം നമ്മൾ NBC റൂൾസ് അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ പെനാൽറ്റി, അതായത് ഫൈൻ അടയ്ക്കേണ്ടി വരും. അല്ലെങ്കിൽ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് അപ്രൂവൽ വാങ്ങണം. സോ ആ സാങ്ഷൻ ക്യാൻസൽ ചെയ്ത് കളയും, ബിൽഡിങ്ങിന്റെ സാങ്ഷൻ ക്യാൻസൽ ആയി പോവാം. ഓർ എൽസ് ബിൽഡിങ്ങിനെ ഡിമോളിഷ് വരെ ചെയ്യാൻ സാധിക്കും. NBC വയലേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ പെനാൽറ്റി അടയ്ക്കണം, അതായത് ലീഡ് ടു പെനാൽറ്റി, യു വിൽ മേ ഹാവ് ടു പേ ഫൈൻ, ഹ്യൂജ് ഫൈൻ. ഓർ ഇറ്റ് മേ ലീഡ് ടു ക്യാൻസലേഷൻ ഓഫ് സാങ്ഷൻ, ബിൽഡിങ്ങിന് കിട്ടിയ സാങ്ഷൻ ക്യാൻസൽ ആക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കാം? ദ ബിൽഡിംഗ് മേ ബി ഡിമോളിഷ്ഡ്, ബിൽഡിംഗ് മൊത്തത്തോടെ പൊളിച്ചു വരെ കളയാം. NBC ഗൈഡ് ലൈൻസ് അപ്പം നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. NBCയിലുള്ള കാര്യങ്ങൾ എന്താണ്? കോഡ് മെയിൻലി കണ്ടെയ്ൻസ് അഡ്മിനിസ്ട്രേറ്റീവ് റെഗുലേഷൻസ്, ഡെവലപ്മെന്റ് കൺട്രോൾ വർക്ക്സ്, ജനറൽ ബിൽഡിംഗ് റിക്വയർമെന്റ്സ്, ഫയർ സേഫ്റ്റി റിക്വയർമെന്റ്സ്, സ്റ്റിപ്പുലേഷൻസ് റിഗാർഡിംഗ് മെറ്റീരിയൽസ്, അതായത് എന്തൊക്കെ മെറ്റീരിയൽസ് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം എന്നുള്ള അതിന് ബേസ് ചെയ്തുള്ള സ്റ്റിപ്പുലേഷൻസ്. പിന്നെ സ്ട്രക്ചറൽ ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻ, മെറ്റീരിയൽ ബിൽഡിങ്ങിന്റെ സ്ട്രക്ചറൽ ഡിസൈനും കൺസ്ട്രക്ഷൻ ടെക്നിക്കും ഒക്കെ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന് ഗൈഡ് ലൈൻസ് NBCയിൽ പറയുന്നുണ്ട്. അതിനകത്ത് തന്നെ സേഫ്റ്റി മെഷേഴ്സും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, കൺസ്ട്രക്ഷൻ സമയത്തുള്ള സേഫ്റ്റി മെഷേഴ്സും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദെൻ ബിൽഡിംഗ് ആൻഡ് പ്ലംബിംഗ് സർവീസസ്, ബിൽഡിംഗ് ആൻഡ് പ്ലംബിംഗ് സർവീസസ്. ദെൻ സസ്റ്റൈനബിലിറ്റി അപ്രോച്ച്, അതായത് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ സസ്റ്റൈനബിൾ ആയിരിക്കണം. സോ അങ്ങനെ അത് സസ്റ്റൈനബിൾ ആകാൻ നമുക്ക് എന്തെല്ലാം അപ്രോച്ച് എടുക്കണോ അതെല്ലാം NBCയിൽ പറയുന്നുണ്ട്. പിന്നെ അതിൽ എന്തൊക്കെയുണ്ട്? അസറ്റ് ആൻഡ് ഫെസിലിറ്റി മാനേജ്മെന്റ്, ബിൽഡിങ്ങിന്റെ അസറ്റും ഫെസിലിറ്റീസും ഒക്കെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതും NBCയിൽ പറയുന്നുണ്ട്. ആൻഡ് ഹൂ ഹാസ് NBC ആരാണ് പബ്ലിഷ് ചെയ്തേക്കുന്നത്? NBC ഇസ് ഫോർമുലേറ്റഡ് ആൻഡ് പബ്ലിഷ്ഡ് ബൈ ദ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്. BIS ആണ് NBC ഫോർമുലേറ്റ് ചെയ്തതും പബ്ലിഷ് ചെയ്യുന്നതും. ആൻഡ് വയലേഷൻ ഇസ് NBC should be strictly followed and its violation may lead to penalty, cancellation of sanction or demolition of building. Violation may lead to penalty, cancellation of sanction or demolition of building. So ഇതാണ് NBCയിൽ വരുന്നത്. Thank you.